താമസിക്കുവാണെങ്കിൽ ഇതുപോലെ ഭംഗിയായിട്ടുള്ള വില്ലകളിൽ താമസിക്കണം. കാരണം ഇതുപോലെ എലിവേഷനും ഇന്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല വില്ല പ്രൊജക്ടുകൾ വളരെ കുറവാണ് എറണാകുളം ജില്ലയിൽ കിട്ടുന്നത്. എത്ര ഭംഗിയായിട്ടാണെന്ന് നോക്കിക്കോളൂ. ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടും വളരെ ഭംഗിയായിട്ടും ഏകദേശം ഒരു യൂണിഫോം പാറ്റേണിൽ എലിവേഷൻ വരുന്ന രീതിയിലാണ് എല്ലാ വീടുകളും ചെയ്തിരിക്കുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഭംഗിയുള്ള 10 വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2-3 വില്ലകൾ സെയിലായി. ഈ ഒരു വീട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ വർക്കുകളും കഴിഞ്ഞ് സെയിലിന് റെഡിയായി നിൽക്കുകയാണ്. ഇത്ര ഭംഗിയുള്ള എലിവേഷനും സൗകര്യങ്ങളും എല്ലാം ഒത്തുവരുന്ന വീടുകൾ വളരെ കുറവാണ് കിട്ടുന്നത്. 4.5 സെന്റ് ലാൻഡിൽ ടോട്ടൽ ബിൽഡിംഗ് ഏരിയ നോക്കുവാണെങ്കിൽ 2250 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് മനോഹരമായ ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 9.2 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 8 കിലോമീറ്റർ, സെയിം തന്നെയാണ് ആലുവയിലേക്കും 8 കിലോമീറ്റർ ആണ്. കളമശ്ശേരി കുസാറ്റിലേക്ക് 6 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ ഡിസ്റ്റൻസുമാണ് ഈ ഒരു വീട്ടിൽ നിന്നും വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയുള്ള വഴി നിങ്ങളൊന്ന് നോക്കിക്കോളൂ. നമുക്ക് ഇതുപോലെ വളരെ വൈഡ് ആയിട്ടുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു വഴി കണ്ടിന്യൂ ചെയ്തതുപോലെ വരുമ്പോൾ നല്ലൊരു ഏരിയയിൽ തന്നെയാണ്, നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഏരിയ, പോസിറ്റീവ് എനർജി ഉള്ള ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് നമുക്ക് 2 വഴികൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലും സൈഡിലുമായിട്ട് നമുക്ക് മതിൽ വരുന്നത് കൊണ്ട് തന്നെ 2 വഴികൾ കിട്ടുന്നുണ്ട്. നല്ലൊരു ഡിസൈൻ തന്നെയാണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ടെക്സ്ചർ വർക്കുകളും ക്ലാഡിംഗ് ടൈലിന്റെ വർക്കുകളും എല്ലാം തന്നെ വരുന്നുണ്ട്. മെയിൻ പില്ലറുകളിലെ ലാമ്പ് വരുന്നുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നല്ലൊരു ഡിസൈനിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ ഓൾറെഡി നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് സ്വന്തമാക്കണം എന്നൊക്കെ ചില വീടുകൾ ഒറ്റ നോട്ടത്തിൽ തോന്നില്ലേ, അതുപോലൊരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഗേറ്റ് തുറന്ന് നിങ്ങൾ നേരെ എൻട്രി ചെയ്യുന്നത് ഇതുപോലെ വലിയൊരു കാർ പോർച്ചിലേക്കാണ്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ടൈലുകൾ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ വീടിനകത്തേക്ക് എൻട്രി ചെയ്തിട്ട് നേരെ റൈറ്റ് സൈഡ് നോക്കിക്കോളൂ. സെയിം ടൈല് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. 2 വീലേഴ്സ് വെക്കാനാണെങ്കിലും നല്ല നല്ല ഫ്ലവർ പോട്ട്സ് ഒക്കെ വെക്കാനാണെങ്കിലും നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. കോർണറിലായിട്ട് നല്ലൊരു പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് വെല്ല് കിട്ടുന്നത്. കിണറിനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഏരിയ നോക്കുവാണെങ്കിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. അതിന്റെ എൻഡ് പോർഷനിലായിട്ട് വർക്ക് ഏരിയയുടെ ഡോറാണ് നിങ്ങൾ കാണുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മെറ്റൽ ചിപ്പ് വിരിച്ചിട്ടുണ്ട്, സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്ക് ഏരിയയാണ്, ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വീടിന് നല്ല വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 4-5 ചെയറുകൾ നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. പില്ലറുകളിലും അതിന് മാച്ച് ആയിട്ട് ബോൾ വെള്ളം ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ റൂഫ് നോക്കുവാണെങ്കിലും ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഒറ്റപ്പാളിയിൽ ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് നിങ്ങളുടെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇത്ര വലിയ ലിവിംഗ് സ്പേസ് സാധാരണ വീടുകൾക്ക് കിട്ടുന്നത് കുറവാണ്. 16-10 ഫീറ്റ് ആണ് സൈസ് വരുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കോളൂ, നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. അതുകൂടാതെ പാനലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിന്റെ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു വർക്കും ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നിങ്ങൾ നോക്കിക്കോളൂ, നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ചെറിയ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വലിയൊരു എൻട്രൻസ്, നല്ലൊരു ഹൈറ്റിൽ തന്നെയാണ് അത് വരുന്നത്. മുകളിലൊക്കെ ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്സിലൊക്കെ വിരിച്ചിരിക്കുന്നത്. ഹാൻഡിൽസ് ഒക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ആ വോൾ ഒന്ന് നോക്കിക്കോളൂ, നല്ലൊരു ഡിസൈൻ ചെയ്തിട്ട് ഭംഗിയായ മോഡലിലാണ് അവിടെ വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ റൂഫ് ഡബിൾ ഹൈറ്റഡ് ആണ്. ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 7.5 അടി വീതിയുമുള്ള നല്ലൊരു ഡൈനിങ് ഏരിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ചെറിയൊരു വാഷ് ഏരിയ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് ഇൻവെർട്ടേഴ്സ് വെക്കാനൊക്കെ അവിടെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കവർ ചെയ്തെങ്കിൽ ഇത് കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. റൂഫ് ഡബിൾ ഹൈറ്റഡ് ആണ്. സിമ്പിൾ ആയിട്ട് LED ലൈറ്റുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. ഇതുപോലെ ഓപ്പൺ കിച്ചൺ ആണ്. എൻട്രൻസ് ഇവിടെ നല്ല ഹൈറ്റിൽ തന്നെയാണ് വരുന്നത്.
കിച്ചണകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചുറ്റിനുമുള്ള വോൾ നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ട് ടൈലുകളാണ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടി മറിഞ്ഞ് വീഴാൻ ചാൻസ് ഉള്ള ഏരിയയാണ് കിച്ചൺ. നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ മതിയാകും. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ആ ഒരു വുഡൻ ഫിനിഷ് വരുന്ന ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്ത് നിങ്ങൾക്ക് വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നല്ലൊരു ഗ്രേ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ട് വലിയൊരു കൗണ്ടർ ടോപ്പ് വരെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിൽ വരുന്നത്. താഴെ കംപ്ലീറ്റ് ആയിട്ട് അതിന് മാച്ച് ആയിട്ട് നല്ല വുഡൻ ഡിസൈൻ വരുന്ന കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നിങ്ങൾ നോക്കിക്കോളൂ. മുകളിലും താഴെയും, അതായത് നമുക്ക് ഓരോരോ പോർഷൻ വൈസ് ആയിട്ടാണ് ക്യാബിനറ്റ്സ് വരുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ്. അത് കൂടാതെ നമുക്ക് ഈ കാണുന്ന ഈ ഒരു സ്പേസുകളിലെല്ലാം തന്നെ LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ വലിപ്പം നിങ്ങൾ നോക്കിക്കോളൂ. വളരെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കൊടുത്ത് നല്ല സൗകര്യത്തോടു കൂടി നമുക്ക് നിൽക്കാവുന്ന വലിയൊരു കിച്ചണാണ്. സിങ്കും പൈപ്പ് കണക്ഷൻ ഇവിടെയാണ് വരുന്നത്. നിങ്ങളുടെ റെഫ്രിജറേറ്റർ എത്ര വലുതും ആയിക്കൊള്ളട്ടെ, അതിനെ തീർച്ചയായിട്ടും ഉൾക്കൊള്ളാവുന്ന നല്ലൊരു സ്പേസ് നിങ്ങൾക്ക് ഈ ഒരു കിച്ചണിൽ കിട്ടുന്നുണ്ട്. ഡോറ് തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂഫും സൈഡും എല്ലാം കവർ ചെയ്ത് 2 സൈഡിൽ നമുക്ക് ഡോറുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും കൂടെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലിവിങ്ങിനും ഡൈനിങ്ങിനും മിഡിലായിട്ടാണ് നിങ്ങളുടെ ആദ്യത്തെ ബെഡ്റൂം ഇവിടെ വരുന്നത്. താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഇതുപോലെ നല്ലൊരു ഡിസൈനിലാണ് ഡോറ് വരുന്നത്. 13 അടി നീളവും 12.5 അടി വീതിയുമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ബെഡ്റൂമിന് വലിപ്പം പോരാ എന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ്. ആ ഭാഗത്ത് നിങ്ങൾക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫ് നോക്കിക്കഴിഞ്ഞാൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ഡ്രസ്സിംഗ് ഏരിയ ആണ് കിട്ടുന്നത്. ഇതുപോലൊരു വുഡൻ എൻട്രൻസിലൂടെ നമ്മൾ നേരെ നടന്നു വരുമ്പോൾ നല്ലൊരു ഏരിയ നമ്മൾക്ക് വാർഡ്രോബുകൾക്കും ഡ്രസ്സിംഗ് ടേബിളിനും മാത്രമായിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വൈബോട് കൂടിയിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ നമുക്ക് ഇതിനു വേണ്ടി മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും നമുക്കൊരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഡ്രസ്സിംഗ് പർപ്പസിനും ഒക്കെ നല്ലൊരു ഏരിയ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. നല്ലൊരു ഡിസൈനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ജെറയിലാണ് വരുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള വോൾ നോക്കിക്കോളൂ. നന്നായിട്ട് ഡിസൈൻ ചെയ്ത് നല്ലൊരു ഫ്രെയിം ഒക്കെ ഇട്ടിട്ട് ഭംഗിയായിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലാണ്. നല്ല വലിയൊരു ഹാള് തന്നെ നിങ്ങൾക്ക് ഇവിടെ അപ്പർ ലിവിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് TV വെക്കാനൊക്കെ ആയിട്ട് ഈ ഒരു വോളിലാണ് ഇലക്ട്രിക്കൽ അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നേരെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വോള് എൻഡ് ചെയ്യുന്ന ഭാഗത്തും നല്ല ഭംഗിയുള്ളൊരു പെയിന്റിങ്ങും ഡിസൈനും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് 2 സൈഡിലായിട്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റിയും ലൈറ്റ് ഫിറ്റിംഗ്സും കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നല്ലൊരു ഷെൽഫും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. താഴെ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ വരുന്നത്. 16.5 അടി നീളവും 9.5 അടി വീതിയുമുള്ള വലിയൊരു ബെഡ്റൂം തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഈ ഒരു വോളിലാണ് കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ഏരിയയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കളർ കോമ്പിനേഷനുകൾ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറൽ ഡിസൈനും വോൾ നോക്കുവാണെങ്കിൽ നല്ല പ്ലെയിൻ ഡിസൈനിലും ഒക്കെ ആയിട്ടാണ്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തോടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൂടെ കടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് എന്തായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കൺവെർട്ട് ചെയ്യാവുന്ന നല്ലൊരു ഏരിയ ആണ് ഇവിടെ കിട്ടുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ സ്റ്റെപ്പ് കയറി വന്നു നിന്നപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു. ടോട്ടലി രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ കാണാൻ പോകുന്നത്. 12 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ലൈഡിംഗ് ഡോറ് കിട്ടുന്നുണ്ട്. ഇത് തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ബാൽക്കണിയാണ് കിട്ടുന്നത്. അത് നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ വാർഡ്രോബ് ഒന്ന് കണ്ടോളൂ. വാർഡ്രോബുകൾക്ക് മാത്രമായിട്ട് ഈ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിള് മറ്റൊരു സൈഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് മിററും ഡ്രോസും ഒക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്.
ഗ്ലാസ് ഡോർ സ്ലൈഡ് ചെയ്ത് നമ്മൾ നേരെ ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോർ ടൈലുകൾ നോക്കിക്കോളൂ, നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഹാൻഡ് റൈൽസ് നിങ്ങൾ നോക്കിക്കോളൂ, കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ഇത് ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ഇതുപോലെ ഭംഗിയായിട്ട് ഗ്രാനൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സേഫ് ആയിട്ട് ഹാൻഡ് റൈൽസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് കോൺക്രീറ്റിൽ തന്നെയാണ് സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലുള്ള നല്ലൊരു വില്ല പ്രൊജക്റ്റ് ആണ് നിങ്ങൾ കണ്ടത്. 10ഓളം വില്ലകൾ വരുന്ന നല്ലൊരു വില്ല പ്രൊജക്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ലാതെ സ്റ്റാൻഡേർഡ് ആയിട്ടും ഭംഗിയായിട്ടുമാണ് ഓരോ വില്ലകളും ചെയ്തിരിക്കുന്നത്. 10 വില്ലകൾ വരുന്നുണ്ട്. 2 സെയിലായി. ഈ ഒരു വീട് എല്ലാ വർക്കുകളും കഴിഞ്ഞ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.5 സെന്റ് ആണ്. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 2250. 4.5 സെന്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളുണ്ട്. വർക്ക് ഏരിയ ഉണ്ട്. നിങ്ങൾക്കൊരു യൂട്ടിലിറ്റി ഏരിയയും സെപ്പറേറ്റ് കിട്ടുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും സ്റ്റൈലിഷും ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ പ്രൈസ് അറിയണ്ടേ? 1,05,00,000 രൂപയാണ്. 1.05 CR എന്നുള്ളതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിലും ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങളുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. വെൽ വാട്ടർ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വീട് സ്വന്തമാക്കാനായിട്ട് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വൺസ് നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ സെയിം തന്നെയാണ്. ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടാൽ ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ള വീടുകളാണ്. ഓണക്കാലത്ത് നിങ്ങൾക്ക് നല്ലൊരു ഓഫറാണ്. നല്ലൊരു വീട് ഭംഗിയുള്ള ഏരിയയിൽ ഭംഗിയുള്ള സ്ഥലത്താണ്. ആരും മിസ്സാക്കണ്ട. പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. ഇങ്ങനെയൊക്കെയുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.